ആയുർവേദത്തിൽ ഒരു ബ്രെയിൻ ടോണിക്കാണ് മുത്തൽ അല്ലെങ്കിൽ കുടങ്ങൽ. മുത്തലിനെ സംബന്ധിച്ചൊരു ഷോർട്സ് വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് കുടങ്ങൽ വെച്ചൊരു റെസിപ്പി ആയാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടങ്ങൽ കൊണ്ടൊരു ചമ്മന്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കപ്പയാണ്. നമ്മളിവിടെ കൊല്ലത്ത് മരച്ചീനി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് കപ്പ, പൂള, അങ്ങനെ പല കൊള്ളി എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കുടങ്ങലേ പിച്ചുന്നുള്ളൂ കേട്ടോ. നമുക്കാകെ കൂടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും ആദ്യമായിട്ടാണിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. 2-3 വെള്ളത്തിൽ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോകണം. അതിനുശേഷം നമുക്ക് ചമ്മന്തിക്ക് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ചമ്മന്തി അരയ്ക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ തണ്ടും വേരും കൂടി ഞാൻ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. +2 സയൻസൊക്കെ എടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഈ ചെടി നന്നായിട്ട് അറിയായിരിക്കും. സെൻറ്റേലയുടെ സെക്ഷൻ എടുക്കാനൊക്കെ അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നാളികേരം വേണം, പുളി വേണം, സവാള വേണം, പച്ചമുളക് വേണം, ഉപ്പ് വേണം, കറിവേപ്പില വേണം, പിന്നെ നമ്മുടെ കുടങ്ങൽ വേണം. ആദ്യം ഞാൻ ഈ കൂട്ടങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്ന് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷമാണ് പിന്നീട് കുടങ്ങൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാനൊരു ശകലം കറിവേപ്പില ചേർക്കുന്നത് ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം അരച്ചുകൊണ്ട് വരാൻ പോവാം. അരച്ച് ബോളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യണ്ടേ. ഞാൻ കുറച്ച് കുടങ്ങൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 തണ്ടും 2 ഇലയൊക്കെ ആയിട്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാം. ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുടങ്ങലിൻ്റെ ടേസ്റ്റ് കിട്ടില്ലെന്ന്. പക്ഷേ കുടങ്ങലിൻ്റെ ടേസ്റ്റ് കിട്ടി. കാരണം ഈ കുടങ്ങൽ ഞാൻ കഴുകിയെടുത്തപ്പോൾ എനിക്കൊരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് എക്സാക്റ്റ് സ്മെല്ല് എനിക്ക് ഈ ചമ്മന്തിക്കകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമാണ്, വളരെ ഹെൽത്തിയാണ്. നമ്മുടെ തൊടിയിൽ കാണുന്ന മെഡിസിനൽ പ്ലാന്റ്സ് അതെന്തെല്ലാമാണോ അതൊക്കെ വെച്ചിട്ട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.